നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിൽ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ ലക്കത്തിൽ നമ്മുടെ ചെറുപ്പകാലത്തേക്കൊന്ന് തിരികെ പോകാം. ബന്ധുമിത്രാദികളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു? അവർ നമ്മളോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ആ കാലത്ത് നിന്ന് വളരെയേറെ വ്യത്യാസം ഇപ്പോൾ സമൂഹത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും സ്വാധീനിച്ച ചില ബന്ധുക്കൾ, ചില നാട്ടുകാർ ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ചില ആൾക്കാരോട് കൂടുതൽ മമത, അവർ നമുക്ക് നൽകിയ സ്നേഹം ഇപ്പോഴും നമ്മളിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ടാകാം. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ, അവരെ പറ്റിയാകട്ടെ ഈ സ്മരണ, ഒരു പഴയകാല സ്മരണ. എൻ്റെ ബാല്യകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന നല്ല ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു അവരെപ്പറ്റി. അവർ ആരൊക്കെ, എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിരവധി ബന്ധുമിത്രാദികൾ ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വ്യക്തികളെ വളരെയേറെ ഹൈലൈറ്റ് ചെയ്യുക എന്നതല്ല ലക്ഷ്യം. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും ഇതുപോലെ എത്രയെത്രയോ നല്ല ഓർമ്മകൾ ഉണ്ടാകാം. ആ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളെയും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു ശ്രമമാണ് ഈ പഴയകാല അനുഭവ വിവരണം. ചെറുപ്പകാലത്ത് എൻ്റെ പിതാവിൻ്റെ ഏക സഹോദരിയും, അതായത് മാവി എന്ന് ഞങ്ങൾ വിളിക്കുന്നു, മാതാവിൻ്റെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡും, അതായത് ഞങ്ങൾ അപ്പച്ചൻ എന്ന് വിളിക്കുന്നു, മാവിയെ പറ്റിയും പഴകുളത്ത് താമസിക്കുന്ന പഴകുളം അപ്പച്ചനെ പറ്റിയുമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പഴകുളത്തെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡ്. നേരത്തെ ഭാര്യ മരിച്ചുപോയി. 2 പെൺമക്കൾ. അവരെ വളർത്തുവാനായി മാത്രം അമ്മയും അച്ഛനുമായി ജീവിച്ച ഒരു നല്ല മനുഷ്യൻ. എൻ്റെ വീടും പഴകുളവും തമ്മിൽ ഇളമണ്ണൂരിൽ നിന്ന് അടൂരിലേക്ക് ഒരു 10 കിലോമീറ്റർ, അവിടെ നിന്നൊരു 6 കിലോമീറ്റർ, ഏകദേശം ഒരു 16-17 കിലോമീറ്ററിനുള്ളിലാണ് അപ്പച്ചൻ്റെ താമസം. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളെ കാണാനായി ധാരാളം ബലൂണും വളരെ സോഫ്റ്റായ, ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ സോഫ്റ്റായ മിക്സറും, പിന്നെ അപ്പച്ചൻ ജോലി ചെയ്തിരുന്നത് കൊല്ലം വാറ്റ കടയിലാണ്. അവിടെ അന്ന് പഴയ കാലത്ത് കുട്ടികൾക്കൊക്കെ സമ്മാനമായി കൊടുക്കുന്ന മാസ്ക്, നിരവധി മാസ്ക് ഉണ്ട്, കാർട്ടൂൺ മാസ്കുകൾ. ഈ മാസ്കുമൊക്കെയായി എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഉച്ച കഴിഞ്ഞ് വലതും ഇടതുമായി 2 പെൺകുട്ടികൾ, എന്നേക്കാൾ 4, 5, 6 വയസ്സൊക്കെ മൂപ്പുള്ള 2 സഹോദരിമാർ. ഞായറാഴ്ച വീട്ടിൽ നിന്നും ഒരു 3 മണിയോടുകൂടി കൃത്യമായി ഞങ്ങളുടെ വീട്ടിലെത്തും. വൈകിട്ടൊരു 6:30-7 മണി വരെ വീട്ടിലുണ്ടാകും. പപ്പായോടും അമ്മയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ്, ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ്, ഞങ്ങൾ ഈ സഹോദരിമാരെ കൂട്ടി അയലത്ത് വീടുകളിലൊക്കെ പറിക്കാനും ഒക്കെ പോകുന്നു. അങ്ങനെ പഴകുളത്തെ അപ്പച്ചനും പഴകുളത്തെ വല്യമോളമ്മാമയും കൊച്ചുമോളമ്മാമയും, ഇവരെ വല്യമോൾ കൊച്ചുമോൾ എന്നാണ് പേര്, ഇനി എന്തെങ്കിലും കാരണവശാൽ വരാൻ സാധ്യതയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. ശനിയാഴ്ച വൈകിട്ട് തന്നെ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഞായറാഴ്ച രാവിലെയാണ് അപ്പച്ചൻ വരുന്നത്. ഞായറാഴ്ച അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 7 മണിക്ക് തന്നെ വരും. അപ്പോൾ ഈ വരവിനായി കാത്തിരിക്കുന്നു. അന്ന് ഓണത്തിന് കൊല്ലത്ത് പോകുക ഒരു വർഷം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യും. 1-2 വർഷമേ പോയിട്ടുള്ളൂ. ഈ സംഭവ കഥ പറയുന്നത്
ഏകദേശം അരനൂറ്റാണ്ട് പുറകിലത്തെയാണെന്ന് ഓർക്കുക. അന്ന് AC സിനിമാ തിയേറ്റർ കൊല്ലത്തേ ഉള്ളൂ. ഒരു വിദേശ യാത്രയുടെ തയ്യാറെടുപ്പാണ് ഓണക്കാലത്ത് കൊല്ലത്ത് പോകാൻ വേണ്ടി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 1-2 പ്രാവശ്യമേ അനുമതി കിട്ടിയിട്ടുള്ളൂ. ഓണക്കാലത്ത് കൊല്ലം നഗരം എനിക്ക് ഷിക്കാഗോ അല്ലെ ന്യൂയോർക്ക് അല്ലെ ലണ്ടൻ പോലെയാണ് ഗ്രാമത്തിൽ നിന്നും കൊല്ലത്തെത്തിയ എനിക്കന്ന് അനുഭവപ്പെട്ടത്. അപ്പൊ കൊല്ലത്ത് ചെല്ലുക, കൊല്ലത്ത് ചെന്നിട്ട് അപ്പച്ചന് രാവിലെ അറ്റൻഡൻസ് വെച്ചു കഴിഞ്ഞിട്ട് ഈ കൊണ്ടുപോയ ബാഗിൽ ചിലപ്പോൾ 1-2 ഉടുപ്പോ തുണിയോ നിക്കറോ വല്ലതും കണ്ടേക്കാം. എന്തായാലും ഒരു 16 വയസ്സിന് മുൻപുള്ള 15 വയസ്സ് കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക. ഹൈസ്കൂൾ വിദ്യാർത്ഥി. ഈ ബാറ്റ കടയിൽ വെച്ചിട്ട് ഓരോ തിയേറ്ററിലും ഓരോ ഷോയ്ക്ക് പോകുക. അക്കാലത്ത് സിനിമാ തിയേറ്റർ ആയിരുന്നല്ലോ മനുഷ്യന്റെ ഏക എന്റർടൈൻമെന്റ് ഉപാധി. ഓണത്തിന് 2-3 സിനിമ കാണുക. 3 സിനിമ കണ്ട ദിവസങ്ങൾ കുറവാന്ന് തോന്നുന്നു. 2 സിനിമ മിനിമം കാണും. അങ്ങനെ 3 ദിവസം കൊണ്ട് 6 സിനിമ കാണും. പിന്നെ കൊല്ലത്തെ ബീച്ചിലൊന്ന് പോകും. എവിടെ പോയാലും വൈകിട്ട് കട അടയ്ക്കുന്ന ബാറ്റ കട, എനിക്ക് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ 9 മണിക്കാന്ന് തോന്നുന്നു അടയ്ക്കുന്നത്. ഒരു 8:45 ആകുമ്പോൾ അറ്റൻഡൻസ് വെക്കുമെന്ന്. എന്നിട്ട് അപ്പച്ചൻ്റെ ഈ സൈക്കിളിൽ അവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെ സിനിമാ നടൻ ജയന്റെ കുടുംബ വീടിന് അടുത്തൊരു വാടക വീട്ടിലായിരുന്നു അപ്പച്ചൻ താമസിച്ചിരുന്നത്. സൈക്കിളിന്റെ പുറകിൽ ഞാനിരിക്കും. എന്നെ വെച്ച് സൈക്കിൾ ചവിട്ടി രാത്രി 9 മണിക്ക് ഞങ്ങൾ അവിടെ പോയി ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അവിടെ ചെന്ന് ആഹാരം വെച്ച് കഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഈ സൈക്കിളും എടുത്ത് നേരെ ഞാൻ കൊല്ലം ബീച്ചിൽ അങ്ങ് പോവുകയാണ്. അപ്പച്ചനൊരു 9 മണിക്ക് പോയാൽ മതിയെന്ന് തോന്നുന്നു. ബീച്ചിൽ പോയി ബീച്ചിന്റെ പരിസരത്തൊക്കെ പോയി നടന്നിട്ട് വീണ്ടും ആ സൈക്കിളിൽ, അപ്പോൾ ഏകദേശം 1-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ പറഞ്ഞ വീടും ബീച്ചും തമ്മിൽ. തിരിച്ച് സൈക്കിളിൽ അവിടെ കൊണ്ട് കൊടുക്കുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. മനസ്സിലിങ്ങനെ പച്ചയായി കിടക്കുന്നു. പിന്നെ ഫ്രീ ആയിട്ട് കൊല്ലം നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുക. ഇടയ്ക്ക് പോയി ചിലപ്പോൾ അറ്റൻഡൻസ്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഞാൻ ബാറ്റ കൊല്ലം നഗരത്തിന്റെ നടുക്കാണല്ലോ തങ്കക്കുഞ്ഞ് മുസ്ലിയാർ ബിൽഡിംഗ്, അതിനടുത്ത് തന്നെയാണ്. ആ മെയിൻ റോഡിലാണ് അന്നത്തെ ബാറ്റ. ആ റോഡൊക്കെ വലിയ ജനനിബിഡമാണ് സന്ധ്യയാവുമ്പോൾ. ഇന്നത്തെ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നുമില്ല. ഗ്രാമങ്ങളിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഗ്രാമങ്ങൾ അന്ന് ഇല്ലല്ലോ. അപ്പം പല കാര്യങ്ങളും വാങ്ങിക്കാൻ അടുത്തുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെല്ലാം ജില്ലാ ആസ്ഥാനത്താണ് വരുന്നത്. ഒരു 5 മണി 4 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ആ മെയിൻ റോഡ് ഉത്സവ പറമ്പ് പോലെയാണ്. അപ്പോൾ ഇടയ്ക്ക് പോയി അറ്റൻഡൻസ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ഇറങ്ങി ഏതെങ്കിലും തിയേറ്ററിൽ പോയി പടം കാണുക. അങ്ങനെ അന്നത്തെ കൊല്ലത്തെ പോക്ക്. ഇന്ന് ഞാൻ താമസിക്കുന്നത് കൊല്ലത്തിനടുത്താണ്. കൊല്ലത്തിന് വളരെ അടുത്തുള്ള കുണ്ട്ര എന്ന സ്ഥലത്താണ്. എപ്പോൾ ഞാൻ കൊല്ലത്തൂടെ കടന്നു പോയാലും അന്നത്തെ ആ ചെറുപ്പകാലത്ത് ഈ കൊല്ലത്ത് വന്ന് താമസിച്ച് കൊല്ലം ആസ്വദിച്ച ഓർമ്മകൾ വളരെ പച്ചയായി മനസ്സിൽ കിടക്കുന്നു. പലവളം അപ്പച്ചൻ്റെ വരവിനായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കാത്തിരിക്കും. വീട്ടിലെ എത്തിയാലുടൻ പലഹാരങ്ങൾ കിട്ടുന്നു. എന്തെങ്കിലുമൊക്കെ ബലൂൺ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പപ്പായും അമ്മയും അപ്പച്ചനും ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പിള്ളേർ, പ്രത്യേകിച്ചും ഞാനും എൻ്റെ ഇളയ സഹോദരി ശാന്തിയും ഈ കൊച്ചുമുളമാമയും വലിയമുളമാമയും, ഞങ്ങൾ 4 പേരും തൊട്ടയലത്തെ വീടുകളൊക്കെ കയറി ഇറങ്ങുക. അയൽ വീടുകളുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അയൽ വീടുകളിലൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതൊരു ശീലമാണ്. അത് അവർക്കും വലിയ കയറാതെ പോയാൽ അവർക്കൊരു വിഷമമാണ്. പിന്നെ 6 മണിയാവുമ്പോൾ അല്ലെ 6:30 ആവുമ്പോൾ സ്ഥിരമായിട്ടൊരു വണ്ടിയുണ്ട്. 6:30-ക്ക് നേരിട്ട് കായംകുളം ബസ്സുണ്ട്. ഈ കായംകുളം ബസ് സ്റ്റാൻഡിൽ വരെ അപ്പച്ചനെ ഞങ്ങൾ യാത്ര അയക്കാനായിട്ട് ജംഗ്ഷൻ വരെ ചെല്ലുകയാണ്. അങ്ങനത്തെ ആൾക്കാർ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് ഞാൻ വെക്കേഷൻ അവധിയിലും ഇടയ്ക്ക് അവധി വരുമ്പോഴും ഒക്കെ അമ്മയുടെ സഹോദരിമാരുടെ വീടുകളിൽ പോകുക ഒരു പതിവായിരുന്നു.
മാങ്കാങ്കുഴി, കടമ്പിനാട്, അമ്മ വീടായ കറ്റാനം, പഴകുളം, ഈ ഇവിടുത്തെ എല്ലാം വീടുകളിൽ പോകുക എന്നുള്ളത് ഒരു മനസ്സിന് വലിയ കുളിർമ നൽകുന്ന, എന്തോ സന്തോഷം നൽകുന്ന, എല്ലാ വീട്ടിലും 4-5 കുട്ടികളുണ്ട്. ഈ പഴകുളത്ത് മാത്രമേ ഉള്ളൂ 2 കുട്ടികൾ. ബാക്കി എല്ലായിടത്തും ധാരാളം കുട്ടികളുണ്ട്. ഞങ്ങളുടെ പ്രായക്കാരായ ധാരാളം പേരുണ്ട്. ഒരു ദിവസവും 2 ദിവസമൊക്കെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, അത് വളരെ ഇപ്പോഴും പച്ചയായി മനസ്സിലിങ്ങനെ കിടക്കുന്നു. അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം നൽകുന്നത് ഈ പഴകുളത്ത് പോകുന്നതിന് കാരണമുള്ളത് അപ്പച്ചൻ്റെ എന്നോടുള്ള, അല്ലെങ്കിൽ ഞങ്ങളോടുള്ള ഒരു സ്നേഹവും കരുതലുമാണ്. മറ്റെല്ലായിടത്തും അവിടുത്തെ പ്രായമുള്ളവർ നമ്മളോട് സ്നേഹമുണ്ടെങ്കിലും അപ്പച്ചൻ്റെ സ്റ്റൈല് വേറെയായിരുന്നു. ഒരു സുഹൃത്തു കൂടിയായിരുന്നു എന്ന് വേണം തോന്നാൻ. അത്ര മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത്. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഇതുപോലെ നിരവധി, അല്ലെങ്കിൽ കുറച്ച് ബന്ധുക്കൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അവരുടെ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 20 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ സന്ദർശനത്തിന് വരുന്ന ഒരു ബന്ധുവിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്തിനേറെ, ഇത് ഭാര്യയുടെ സഹോദരിയുടെ വീടാണ്. ഈ തലമുറയിൽപ്പെട്ട പലരും അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരങ്ങളുടെ വീട്ടിൽ മാസത്തിലൊരിക്കൽ പോട്ടെ, 6 മാസത്തിലൊരിക്കൽ പോകാറുണ്ടോ? വർഷത്തിലൊരിക്കൽ പോയവരുണ്ടോ? വർഷത്തിലൊരിക്കലെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോയവർ, പോകുന്നവർ ഇപ്പോഴത്തെ 25 വയസ്സിൽ താഴെയുള്ളവരോ അല്ലെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ളവരോ അല്ല. കൊണ്ട് പ്രായം അതൊരു വിഷയമേ അല്ല, വളരെ ചുരുക്കമാണ്. അതിന് വേറെ പല കാരണങ്ങളുണ്ടാകാം. പഴയ കാലത്ത് ടെലിഫോണില്ല, വിവരങ്ങൾ അറിയണമെങ്കിൽ നേരിട്ട് പറയണം. പിന്നെ ഇപ്പൊ നേരിൽ നമുക്ക് സംസാരിക്കാം, മൊബൈലിലൂടെ മുഖം കണ്ട് സംസാരിക്കാം. പക്ഷെ ഇതൊന്നും അല്ല അതിന് പിന്നിലെ ഒരു കഥ. ഇത് ആ ഭവനത്തിലേക്ക് പോവുക, ഭവനത്തിലെ ജനവുമായി, ഭവനത്തിലെ വ്യക്തികളുമായി, ബന്ധുക്കളുമായി അടുത്ത് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് അതിന് പ്രധാന കാരണം. അതാണ് പ്രധാന കാരണം. അല്ലാതെ അന്ന് ആശയവിനിമയത്തിനുള്ള ഉപാധികൾ കുറവായിരുന്നു, അതിനുള്ള വഴികൾ കുറവായിരുന്നു എന്നതല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമല്ല, ഈ ഏറ്റവും അടുത്തത് എന്ന് പറയുമ്പോൾ രക്തബന്ധത്തിൽ അടുത്തത് എന്നൊരു അർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സുമായിട്ട് ഏറ്റവും അടുത്തവർ. ഏറ്റവും അടുത്തവർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അച്ഛൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരി, ബ്രദർ, നമ്മുടെ സിസ്റ്ററിന്റെ മക്കൾ, അത് മാത്രമല്ല, നമ്മളുമായിട്ട് വളരെ അടുത്ത, ചിലപ്പോൾ ഒരു തലമുറ കഴിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ അല്പം അകന്ന ബന്ധുക്കളായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയവുമായിട്ട് അടുത്തവരായിരിക്കാം. അങ്ങനെ അവരെയൊക്കെ കാണാനും അവരുടെയൊക്കെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കെടുക്കാനും സമയം കണ്ടെത്തുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ വിരളമല്ലേ? നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഭവനങ്ങളിൽ സന്ദർശനം നടത്തുന്നത് എപ്പോഴാണെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഒന്നുകിൽ കല്യാണം, അല്ലെങ്കിൽ പാലുകാച്ച്, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ആശുപത്രി കേസ്. ഈ 4 കാര്യത്തിന് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ധാർമ്മികപരമായും സാമൂഹികപരമായും കുടുംബപരമായും ഈ കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ എത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പോകാൻ നിർബന്ധിതരാകുന്നു. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നവരെ നേരിൽ കണ്ട് അവരോടൊപ്പം കുറെ സമയം ചെലവഴിക്കാൻ പോകുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം വിലയിരുത്തുക. ചിലർ അതിനൊരു കാരണം പറയാറുണ്ട്, എനിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൊച്ചുമക്കള് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ മരുമക്കള് ഇവര് ടെലിവിഷൻ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന പരമ്പര അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ സിനിമ നമ്മൾ ചെല്ലുന്നത് കാരണം അവർക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് മാനസിക പ്രയാസം അവരുടെ മുഖത്ത് കാണാം. ഇങ്ങനെ പല പല കാരണങ്ങൾ പറയാറുണ്ട്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. മറ്റു ചിലർ പറയാറുണ്ട്, എൻ്റെ ഏറ്റവും അടുത്തയാൾ മരിച്ചുപോയല്ലോ അവിടെ, എൻ്റെ ഏറ്റവും അടുത്തയാൾ അവിടുത്തെ പിതാവായിരുന്നു അല്ലെങ്കിൽ മാതാവായിരുന്നു, മാതാവ് മരിച്ചുപോയി, അല്ലെ പിതാവ് മരിച്ചുപോയി, അല്ലെങ്കിൽ സഹോദരി മരിച്ചുപോയി. പക്ഷെ ഇവിടെ ഓർക്കണം, പടകുളം അപ്പച്ചൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ
സഹോദരിയുടെ വീട്ടിലാണ് വരുന്നത്. അതാണ് ആ ഒരു പ്രത്യേകത. മരണം ആ ബന്ധത്തെ തടസ്സപ്പെടുത്തിയില്ല. അപ്പം ഈ കൊച്ചുമോള മാമയായിട്ടും വല്യമോള മാമയായിട്ടുള്ള എൻ്റെ ആ ബന്ധം ദീർഘകാലം വളരെ ശക്തമായി തുടർന്നു. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം ഉണ്ടാകും, പിന്നീട് അത് മുറിഞ്ഞോ ഇല്ല, പിന്നെ ആ ശക്തി കുറഞ്ഞു. നാച്ചുറലായി ശക്തി കുറയാൻ കാരണം ജോലി കിട്ടി. ഞാൻ കേരളത്തിന് പുറത്തും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ 10-30 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവർ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നോക്കി അവർ അവരുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരുന്നു. കൂടാതെ ഇങ്ങനത്തെ ഒരു അടുത്ത ബന്ധം അറിയാൻ വയ്യാത്ത അടുത്ത തലമുറ, ഇതിപ്പോ എൻ്റെ മകന് ഈ കഥ അറിയില്ലായിരിക്കാം, ഞാൻ പറഞ്ഞു കൊടുത്താലും അതിന്റെ തീക്ഷ്ണത മനസ്സിലാകില്ല. അവരുടെ മക്കൾക്ക് ഈ ഒരു കഥ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, അറിഞ്ഞു കൊടുത്താലും അതിന്റെ തീക്ഷ്ണത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭൗതികമായ കാരണത്താലും വ്യക്തിപരമായ കാരണത്താലും പിന്നീട് പഴയതുപോലെ ഞങ്ങൾ ഹൗസ് വിസിറ്റിംഗ് ഇല്ല. അപ്പച്ചൻ മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ്. ഇതിലെ ഒരമ്മാമയും മരിച്ചുപോയി. അപ്പോൾ സത്യസന്ധമായി പറയട്ടെ, അന്നത്തെ ആ ചെറുപ്പകാലത്തെ ഒരു 10-15 വർഷക്കാലത്തെ തീക്ഷ്ണമായ ആ ഒരു അടുപ്പം ഹൃദയത്തിലുണ്ടെങ്കിലും ഭൗതികമായി പിന്നീട് അത് നിലനിർത്താൻ സാധിച്ചില്ല. മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊല്ലം വഴി എപ്പോൾ കടന്നുപോയാലും അപ്പച്ചനെ ഓർക്കുന്നത്. അടൂരിൽ നിന്ന് കായംകുളത്തും വഴി കടന്നുപോയാൽ ഈ പഴകുളം എന്ന സ്ഥലം വരുമ്പോൾ ഒരു നല്ലൊരു ഓർമ്മയാണ്. ഇത്ര തീക്ഷ്ണത ഇല്ലെങ്കിലും ഇത്ര ശക്തിയില്ലെങ്കിലും മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ വീട്ടില് പഴയ കാലത്ത് നടത്തിയ സന്ദർശനം ഇന്നും മനസ്സിൽ വളരെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് മാവിയുമായിട്ടുള്ള ബന്ധം എന്നെ പോലെ തന്നെ എൻ്റെ എല്ലാ കസിൻസിനും 10-35 കസിൻസ് ഉണ്ട്. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും മാവിയെപ്പറ്റി പറയാനുള്ളത്. അത് അടുത്ത ലക്കത്തിൽ നമുക്ക് മാവിയുമായുള്ള നമ്മുടെ ആ ബന്ധവും ജീവിതവും മാവിയെ പറ്റിയുള്ള നല്ല സ്മരണകളും അടുത്ത ലക്കത്തിൽ പരാമർശിക്കാം. നമസ്കാരം.